നമസ്കാരം, മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിയ റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ്. ഹിന്ദിയിൽ ആരംഭിച്ച പരിപാടി ഇന്ന് കന്നഡ, തമിഴ്, മലയാളം, തെലുങ്ക് തുടങ്ങി നിരവധി ഭാഷകളിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഒരു വീട്ടിൽ മുൻപരിചയമൊന്നുമില്ലാത്ത വ്യത്യസ്തരായ വ്യക്തികൾക്കൊപ്പം 100 ദിവസം കഴിയുക എന്നത് അല്പം ശ്രമകരമായ കാര്യം തന്നെയാണ്. അതിനൊപ്പം തന്നെ ടാസ്കുകളും ഗെയിമുകളും ചെയ്യണം. അതും മെന്റൽ ഫിസിക്കൽ സ്ട്രെങ്ത് ഉപയോഗിച്ച്. ഇതിനിടയിൽ തർക്കങ്ങളും വാഗ്വാദങ്ങളും എല്ലാം ഉണ്ടാകും. അത്തരത്തിലുള്ള എല്ലാം സഹിച്ച് ആ വീട്ടിൽ 100 ദിവസം അതിജീവിക്കുന്ന ഒരാൾ വിജയിയാകും. അതാണ് ബിഗ് ബോസ് എന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ. ഇതുവരെ ബിഗ് ബോസിന്റെ 6 സീസണുകളാണ് മലയാളത്തിൽ പുറത്തെത്തിയിട്ടുള്ളത്. ഏറെ നാളുകളായുള്ള കാത്തിരിപ്പിന് ശേഷമാണ് ഷോയുടെ 7ാം സീസണിന്റെ വരവ് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രൊമോ വീഡിയോ പുറത്തു വന്നത്. ഈ വർഷം സാധാരണഗതിയിൽ മാർച്ചോടെ തുടങ്ങേണ്ടിയിരുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 7 പല കാരണങ്ങളാൽ ജൂണിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വിജയകരമായ 6 സീസണുകൾ പൂർത്തിയാക്കിക്കൊണ്ടാണ് ബിഗ് ബോസ് മലയാളം 7ാം സീസണിലേക്ക് കടക്കുന്നത്. 6ാം സീസൺ നിരവധി വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇടയാക്കിയിരുന്നുവെങ്കിലും വിജയകിരീടം കരസ്ഥമാക്കിയത് ജിൻഡോയായിരുന്നു. പുതിയ സീസണിന്റെ ലോഗോ ഇതിനോടകം തന്നെ ഏഷ്യാനെറ്റ് പുറത്തുവിട്ട് കഴിഞ്ഞു. ഇനി ആരൊക്കെയാകും ഇത്തവണ മത്സരിക്കാൻ എത്തുക എന്നാണ് പ്രേക്ഷകർക്ക് അറിയേണ്ടത്. നിരവധി പേരുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നുണ്ട്. സിനിമ, സീരിയൽ മേഖലകളിൽ നിന്നുള്ളവരും സോഷ്യൽ മീഡിയ താരങ്ങളുടെ പേരുകളുമെല്ലാം ചർച്ചകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഉയർന്നുകേട്ട ഒരു പേരായിരുന്നു മിനി സ്ക്രീൻ താരം അനുമോളുടേത്. ഇപ്പോഴിതാ ഈ വിഷയത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് അനുമോൾ. ബിഗ് ബോസ് മലയാളം 7ാം സീസണിൽ അനുമോൾ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോയ്ക്ക് താഴെയായിരുന്നു താരത്തിന്റെ പ്രതികരണം. ഇതെപ്പോ ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നാണ് അനുമോൾ കമന്റ് ചെയ്തത്. ബിഗ് ബോസ് മലയാളത്തിന്റെ മുൻ സീസണുകൾക്ക് മുൻപും മത്സരാർത്ഥികളുടെ പട്ടികയിൽ അനുമോളുടെ പേര് ഉയർന്നു കേട്ടിരുന്നു. എന്നാൽ അപ്പോഴും താരം ഷോയിൽ എത്തിയിരുന്നില്ല. പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥാനം കണ്ടെത്തിയ താരമാണ് അനുമോളുടെ സംസാര രീതിയും പെരുമാറ്റവും കൊണ്ട് തന്നെയാണ് ഇത്രയേറെ ആരാധകരെ ലഭിക്കാൻ കാരണമായത്. ടെലിവിഷൻ പരമ്പരകളിലൂടെയാണ് അനുമോൾ ശ്രദ്ധ നേടുന്നത്. പിന്നീട് സ്റ്റാർ മാജിക്കിൽ എത്തിയതോടെ താരമായി മാറുകയായിരുന്നു. ഇന്ന് ടെലിവിഷനിലെ ജനപ്രിയ മുഖമാണ് അനുമോൾ. ആരാധകരുടെ പ്രിയങ്കരിയാണ് അനു. തുറന്ന സംസാരവും നിഷ്കളങ്കതയുമാണ് അനുവിനെ ആരാധകരുടെ അനുക്കുട്ടിയാക്കുന്നത്. അനുവിന്റെ കളിയും ചിരിയും പൊട്ടത്തരങ്ങളും എല്ലാം പ്രേക്ഷകർ ആസ്വദിച്ചു. അന്നു മുതൽ താരം മലയാളികൾക്ക് സ്വന്തമായി. ഇപ്പോൾ 11 വർഷത്തിലേറെയായി അനുമോൾ ഈ ഫീൽഡിലുണ്ട്. സീരിയലുകൾ, ടെലിവിഷൻ ഷോകൾ എന്നിവയ്ക്ക് പുറമെ സിനിമകളിലും ഉദ്ഘാടന വേദികളിലും അനുക്കുട്ടി സജീവമാണ്. തിങ്കൾ മുതൽ വെള്ളി വരെ കല്യാണം, മഹേഷും മാരുതിയും തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചു. നല്ല അവസരങ്ങൾ വന്നാൽ ഇനിയും അഭിനയിക്കുമെന്നാണ് അനു പറഞ്ഞത്. അനുവിന്റെ പേരിൽ ഫാൻസ് ഗ്രൂപ്പുകൾ അടക്കം സോഷ്യൽ മീഡിയയിലുണ്ട്. മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ടെലിവിഷൻ അവാർഡും അനുമോൾക്ക് അടുത്തിടെ ലഭിച്ചിരുന്നു. സുരഭിയും സുഹാസിനിയും എന്ന സീരിയലിലെ പ്രകടനമാണ് അനുമോളെ അവാർഡിന് അർഹയാക്കിയത്. അഭിനയത്തോടൊപ്പം തന്നെ മോഡലിംഗിലും സോഷ്യൽ മീഡിയയിലും സജീവമാണ് അനുമോൾ. പഠനകാലത്ത് തന്നെ അഭിനയത്തോടും മോഡലിംഗിനോടും വലിയ താല്പര്യമുണ്ടായിരുന്ന അനുമോൾ നിരവധി ബ്രാൻഡുകൾക്ക് മോഡലായിട്ടുണ്ട്. അതേസമയം നിരവധി സീരിയലുകളിൽ അഭിനയിച്ച താരം കൂടുതൽ ശ്രദ്ധേയമാകുന്നത് ഫ്ലവേഴ്സ് ടിവിയിലെ സ്റ്റാർ മാജിക്കിലൂടെയായിരുന്നു. നടിയും സുഹൃത്തുമായ പാർവതി കൃഷ്ണയാണ് എന്നെ സ്റ്റാർ മാജിക്കിലേക്ക് സജസ്റ്റ് ചെയ്തത് എന്ന് അനു തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ഒരു ദുരനുഭവത്തെക്കുറിച്ച് താരം അഭിമുഖത്തിൽ സംസാരിച്ചിരുന്നു. തുടക്കത്തിൽ കാര്യമായൊന്നും അറിയില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ എല്ലാവരും പറ്റിക്കും. ഇപ്പോഴും ആ വേദിയിൽ എത്തിയാൽ അറിയാതെ കുട്ടിയായി പോകും. സ്റ്റാർ മാജിക്കിലൂടെയാണ് സുരഭിയും സുഹാസിനിയും എന്ന സിറ്റ്കോമിൽ അവസരം ലഭിച്ചത്. മല്ലിക ചേച്ചിയോടൊപ്പം ടേക്ക് എടുക്കുമ്പോൾ ടെൻഷൻ കാരണം തെറ്റിപ്പോകും. എന്നാൽ അപ്പോൾ തന്നെ മല്ലികാമ്മ പിന്തുണയുമായി രംഗത്ത് വരും. അതോടെ ആരും വഴക്ക് പറയില്ല. മറ്റുള്ളവരെ സഹായിക്കാനുള്ള അമ്മയുടെ മനസ്സ് എടുത്തു പറയേണ്ടതാണ്. പിറന്നാളിനും ഓണത്തിനുമൊക്കെ മല്ലികാമ്മ നിരവധി സമ്മാനങ്ങൾ തരാറുണ്ടെന്നും അനുമോൾ പറഞ്ഞിരുന്നു. സീരിയലുകളിൽ അഭിനയിക്കുന്നതിനോടൊപ്പം തന്നെ ഏതാനും സിനിമകളിലേക്കും അവസരം വന്നിട്ടുണ്ട്. എന്നാൽ സീരിയലിന്റെ തിരക്ക് കാരണം പോകാൻ സാധിച്ചില്ല. എത്ര വിലപ്പെട്ടതാണ് നിരസിച്ചത് എന്ന് പിന്നീടാണ് മനസ്സിലാകുന്നത്. വളരെ അടുപ്പമുള്ളവരുടെ ചില സ്നേഹപാരകൾ മൂലവും അവസരം നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ തിങ്കൾ മുതൽ വെള്ളി വരെ കല്യാണം, മഹേഷും മാരുതിയും തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചിരുന്നു. നല്ല അവസരങ്ങൾ വന്നാൽ ഇനിയും അഭിനയിക്കുമെന്നും താരം വ്യക്തമാക്കിയിരുന്നു. പണ്ടൊക്കെ വളരെ പാവമായിരുന്നു, എന്നാൽ ഇപ്പോൾ ആ തൊട്ടാവാടി പരുവമൊക്കെ മാറി. നല്ല ധൈര്യമൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ലൊക്കേഷനിലേക്കും മറ്റു പരിപാടികളിലേക്കും ഒക്കെ ഒറ്റയ്ക്ക് തന്നെയാണ് അനുമോൾ പോകുന്നത്. ആരെങ്കിലും മോശമായി പെരുമാറിയാൽ അപ്പോൾ തന്നെ പ്രതികരിക്കണമെന്ന് അമ്മ പറയും. മോശം അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് പോകുകയാണ്. രാത്രിയിൽ ബസ്സിലാണ് യാത്ര.
മയങ്ങുന്നതിനിടെ ആരോ ദേഹത്ത് തൊടുന്നതായി തോന്നി. ആദ്യം കരുതിയത് ഉറക്കത്തിനിടെ തോന്നിയതാകുമെന്നാണ്. ഉപദ്രവിക്കാൻ നോക്കുന്നതാണെന്ന് പിന്നീടാണ് മനസ്സിലായത്. ഒട്ടും താമസിക്കാതെ എഴുന്നേറ്റ് ഒരു അടി വെച്ചു കൊടുത്തു. ആ സംഭവം ഉണ്ടായിട്ടും ബസ്സിലെ കണ്ടക്ടർ അടക്കം വിട്ടുകളഞ്ഞേക്കൂ എന്ന രീതിയിലാണ് സംസാരിച്ചത്. എന്നാൽ അയാളെ അപ്പോൾ തന്നെ ബസ്സിൽ നിന്നും ഇറക്കി വിടണം എന്ന് ഞാൻ വാശി പിടിച്ചു. ഒടുവിൽ അയാളെ വഴിയിൽ ഇറക്കിയ ശേഷമാണ് ബസ് മുന്നോട്ട് പോയത്. എന്തെങ്കിലും അതിക്രമം നേരിടേണ്ടി വന്നാൽ അപ്പോൾ പ്രതികരിക്കണം, അല്ലാതെ മിണ്ടാതിരുന്നിട്ടോ വീഡിയോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടോ കാര്യമില്ല. അടി വേണ്ടിടത്ത് അടി എന്നത് തന്നെയാണ് തന്റെ നിലപാടെന്ന് മനു വ്യക്തമാക്കി.